പാതി കണ്ണടച്ച് തണുത്ത ഐസ് പോലെ വെന്റിലേറ്ററിൽ കിടക്കുന്ന മകളെ കണ്ട് ആ അമ്മയുടെ ചങ്ക് പൊട്ടുന്നുണ്ട്. ട്രെയിനിൽ നിന്നും തെറിച്ചു വീണപ്പോഴുണ്ടായ മുറിവുകളുടെ പാട്, ശരീരമാകെ ചോരമയം. വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ശ്രീകുട്ടിയുടെ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ട്രെയിനിൽ ആ സമയം ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരി അർച്ചനയ്ക്ക് ഇപ്പോഴും പേട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കമ്പിയിൽ തൂങ്ങിക്കിടന്നത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ട സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. ട്രെയിനിൻ്റെ വാതിലിൽ നിന്ന് പെൺകുട്ടി മാറിയില്ലെന്നും ഇതിൻ്റെ ദേഷ്യത്തിലാണ് താൻ ചവിട്ടിയതെന്നുമാണ് സുരേഷ് കുമാറിൻ്റെ മൊഴി. പെൺകുട്ടിയെ മദ്യലഹരിയിൽ പ്രതി തള്ളിയിട്ടത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് എഫ്ഐആറിൽ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. തിരുവനന്തപുരം പനച്ചിമൂട് സ്വദേശിയായ സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ട്രെയിനിന്റെ വാതിലിൽ നിന്ന് പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് ചവിട്ടിയത് എന്നുമാണ് സുരേഷ് കുമാറിന്റെ മൊഴി. സംഭവ സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു. പെൺകുട്ടിയുടെ പിന്നിൽ നിന്നാണ് ചവിട്ടിയത്. സുരേഷ് കുമാറിന്റെ പേരിൽ മറ്റ് കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതായി പോലീസ് പറഞ്ഞു. വർക്കലയിൽ സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി. റെയിൽവേ സിഐ സജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഫോറൻസിക് വിദഗ്ധർക്കൊപ്പം തെളിവെടുപ്പ് നടത്തിയത്. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് പ്രതി സുരേഷ് കുമാർ ശ്രീകുട്ടി എന്ന സോനുവിനെ ചവിട്ടി തള്ളിയിട്ടത്. ഞായറാഴ്ച രാത്രി 8:45 വർക്കല അയന്തിക്ക് സമീപത്തായിരുന്നു സംഭവം. ആലുവയിൽ പഠനാവശ്യത്തിനു പോയി സുഹൃത്ത് അർച്ചനയ്ക്കൊപ്പം മടങ്ങുകയായിരുന്നു ശ്രീകുട്ടി. ശുചിമുറിയിൽ പോയി മടങ്ങും വഴിയാണ് മദ്യപനായ ആൾ ആക്രമിച്ചതെന്ന് അർച്ചന നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു. വാതിലിന്റെ വശത്തേക്കെത്തിയപ്പോൾ അയാൾ ശ്രീകുട്ടിയെ നടുവിന് ചവിട്ടി തള്ളിയിട്ടു. തെറിച്ചു വീഴുന്നത് കണ്ട് നിലവിളിച്ച തന്നെയും അയാൾ ചവിട്ടി. കമ്പിയിൽ തൂങ്ങിക്കിടന്ന തന്നെ നിലവിളി കേട്ടെത്തിയ മറ്റ് യാത്രക്കാരാണ് ഉള്ളിലേക്ക് കയറ്റിയതെന്നും അർച്ചന പറഞ്ഞു. ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനമൊന്നും ഉണ്ടായി ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ചു വീണില്ല, പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല ജനറൽ കമ്പാർട്ട്മെന്റ്. അക്രമം കണ്ട യാത്രക്കാർ ഉടൻ തന്നെ അപായച്ചങ്ങല വലിച്ച് തീവണ്ടി നിർത്തിച്ചു. പരിക്കേറ്റ് ട്രാക്കിൽ കിടന്ന ശ്രീകുട്ടിയെ റെയിൽവേ പോലീസ് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന മെമു തീവണ്ടിയിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു. ഇവിടെ നിന്ന് ആംബുലൻസിൽ ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവും ഉണ്ടായ ശ്രീകുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. തലച്ചോറിന് പരിക്കേറ്റ ശ്രീകുട്ടിക്ക് ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. അബോധാവസ്ഥയിലുള്ള ശ്രീകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണെന്നാണ് ആശുപത്രിയിൽ നിന്നു കിട്ടുന്ന വിവരം. ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യം പറഞ്ഞ കൊച്ചവിടെ കിടക്കണത്, അത് എനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോ ഫുൾ ഐസാണ്, മൊത്തം ഐസാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് സത്യം. എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞാല് എന്റെ കൊച്ചിന് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം. അതിപ്പോ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. പഴുതടച്ച ചികിത്സ നൽകണം എന്ന് എന്താ പറയാ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം ന്യൂറോ സർജൻസ് എല്ലാവരും കണ്ടു. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പ്രൈമറി ഇതിൽ കാണാൻ കഴിഞ്ഞത് പേഷ്യൻ്റെ ബ്രെയിനിനാണ് ഇഞ്ചുറി എന്നുള്ളതാണ് കാണാൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് ENT എല്ലാ ഡോക്ടർമാരും കണ്ടതിൽ എഴുതിയിട്ടുണ്ട്. ഉടനെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിനെ സർജിക്കൽ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സർജിക്കൽ ICUയിൽ വെന്റിലേറ്റർ ചികിത്സയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ ആ പേഷ്യന്റിന് ബെഡ് ഒഴിവ് വന്നപ്പോൾ നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി ICU, ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ICUയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ആ ചികിത്സ അതേപോലെ തന്നെ തുടരുകയാണ്. യാത്രക്കാർ തടഞ്ഞുവെച്ച പ്രതി സുരേഷ് കുമാറിനെ കൊച്ചുവേളിയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടതെന്ന് വരുത്തി തീർക്കാനും ഇതിനിടെ സുരേഷ് ശ്രമിച്ചിരുന്നു. കസ്റ്റഡിയിലെടുക്കുമ്പോൾ അക്രമാസക്തനായ ഇയാളെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. സുരേഷ് കുമാർ കോട്ടയത്ത് നിന്നാണ് തീവണ്ടിയിൽ കയറിയത്. തീവണ്ടിക്കുള്ളിൽ വെച്ചും ഇയാൾ മദ്യപിച്ചതായാണ് വിവരം.
യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു ഇയാൾ ആക്രമണം നടത്തിയത്. പെൺകുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തള്ളിയിട്ടതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.